കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായി പറയപ്പെടുന്ന ഡിവൈഎഫ്ഐ അവരുൾപ്പെടെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ സോളിഡാരിറ്റിയെ കണ്ട് പഠിക്കണം എന്ന് തന്റെ അനുയായികളോട് അഭ്യന്തരമായ യോഗങ്ങളിൽ പരസ്യമായി പറയുന്ന സാഹചര്യം വരെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് സോളിഡാരിറ്റി യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ചെയ്ത കാര്യങ്ങൾ, അത് ഏറ്റെടുത്ത സമരങ്ങൾ, അത് മുന്നോട്ടു പോയ വഴിത്താരകൾ നമ്മെ വല്ലാതെ അതിശയിപ്പിക്കുന്നതും അതിലേറെ അഭിമാനകരമായ ജൈത്രയാത്രയായി വിലയിരുത്താൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് സോളിഡാരിറ്റി? എന്തിനാണ് സോളിഡാരിറ്റി? ഈ ചോദ്യം പലരും ഒരു കാലത്ത് ശക്തമായി ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് സോളിഡാരിറ്റി മറുപടി പറഞ്ഞത് പ്രഭാഷണങ്ങളിലൂടെയല്ല, പുസ്തകങ്ങളിലൂടെയുമല്ല, മറിച്ച് കർമ്മങ്ങളിലൂടെയായിരുന്നു, അവരുടെ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു, അവർ ഏറ്റെടുത്ത ദൗത്യങ്ങളിലൂടെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാകുന്ന നിങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സമൂഹം എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസി സമൂഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിനെ പല സ്വഭാവത്തിലും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം രണ്ടടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ വിശുദ്ധ വേദവാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. അതിലൊന്ന് ഇസ്ലാം എന്ന് പറയുന്ന സത്യ സന്ദേശം. ഇസ്ലാമിനെ കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക ഘടനയിൽ അങ്ങേയറ്റം ഇസ്ലാമോഫോബിക്കായ ഒരു സാംസ്കാരിക പരിസരത്തിൽ നിന്നുകൊണ്ട് സോളിഡാരിറ്റി മൂവ്മെന്റ് ഇസ്ലാമിന്റെ പ്രായോഗികമായ പ്രതിവിധാനം നിർവഹിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങളോട് പറഞ്ഞത് ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു മതമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ തർക്ക വിതർക്കങ്ങൾ നടത്തി, വാദകോലാഹലങ്ങൾ ഉന്നയിച്ച്, ഖണ്ഡന മണ്ഡനങ്ങൾ നടത്തി സമൂഹത്തെ മലീമസമാക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു സംവിധാനത്തിന്റെ പേരല്ല. അതിനപ്പുറം ഇസ്ലാം എന്ന് പറയുന്നത് മധുരമുള്ള ഒരു അനുഭവമാണ്. ആകാശത്തോളം ഉയരാനും മണ്ണിലേക്ക് ഒട്ടി നിൽക്കാനും നിങ്ങളെ പ്രാപ്തമാക്കുന്ന മനോഹരമായ ജീവിത ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. ഇന്ന് പ്രായോഗികമായി ഈ നാടിനോട് അതിന്റെ കർമ്മങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 20 വർഷങ്ങളായി സോളിഡാരിറ്റി ചെയ്തത് എന്ന് അതിന്റെ ട്രാക്ക് റെക്കോർഡ്സുകളിലൂടെ നാം ഒരു ജൈത്രയാത്ര നടത്തി കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പടപ്പുകളോടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പടച്ചവനോടുള്ള ബന്ധം നന്നാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിന് അല്ലാഹു നിങ്ങളെ സമ്മതിക്കില്ല എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത്. മതം എന്ന് പറയുമ്പോ പടപ്പുകളോടുള്ള ബന്ധമല്ല, മനുഷ്യരുമായുള്ള ബന്ധത്തിന്റെ പേരല്ല. കേവലം ചില മന്ത്രതന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, കേവലം ചില ആചാര അനുഷ്ഠാനങ്ങളിൽ ഉടക്കി നിന്നുകൊണ്ട്, ചില വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന നാടകത്തിന്റെ പേരാണ് മതം.
എന്ന സ്വഭാവത്തിൽ മതത്തെ വളരെ വ്യാപകമായി പരിചയപ്പെടുത്തുമ്പോ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞത് നിങ്ങൾ പടപ്പുകളോടുള്ള ബന്ധം നന്നാക്കുക. പടപ്പുകളോടുള്ള ബന്ധം നിങ്ങൾ വഷളാക്കി നിലനിർത്തിക്കൊണ്ട് പടച്ചവനോടുള്ള ബന്ധം നിങ്ങൾ ഊഷ്മളമാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളെ അനുവദിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം. ഇന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉപജീവന മാർഗമല്ല. മതം എന്ന് പറയുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾ, അധികാരപരമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനുള്ള ഒരു ഉപാധിയുടെ പേരല്ല. മറിച്ച് മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കുന്ന ഒരു നിലപാടിന്റെ പേരാണ്. മനുഷ്യനെ നന്നാക്കുന്ന അവന്റെ ജീവിതത്തിലെ എല്ലാ വേണ്ടാധീനതകളെയും തിരുത്തിക്കൊണ്ട് മനോഹരമായ വ്യക്തിത്വമാക്കി മനുഷ്യനെ പാകപ്പെടുത്തുന്നതിന്റെ പേരാണ് മതം എന്ന് പറയുന്നത് എന്ന് ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിന്റെ മുമ്പിൽ പ്രായോഗികമായി സോളിഡാരിറ്റി മൂവ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അഥവാ സോളിഡാരിറ്റിയെ ഈ നാടിന് അനുഭവിക്കാൻ സാധിച്ചു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. മില്യൺ കണക്കിന് അംഗങ്ങളുള്ള ഒരു യുവജന പ്രസ്ഥാനം എന്നതല്ല സോളിഡാരിറ്റിയുടെ പ്രത്യേകത. മറിച്ച് സോളിഡാരിറ്റിയുടെ കനം എന്ന് പറയുന്നത് അതിന്റെ ഐഡിയോളജിയുടെ പവറാണ്. പവർഫുള്ളായ ഒരു ഐഡിയോളജിയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് ഈ നാട്ടിലുള്ള ജനങ്ങളോട് സംവദിച്ചിരുന്നത് എന്ന് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ സമൂഹത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന നിലക്ക് ആ മനുഷ്യ സമൂഹത്തിന്റെ നന്മക്കും അവന്റെ യഥാർത്ഥ വിജയത്തിനും വേണ്ടി പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിനെ വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം ഇസ്ലാമോഫോബിക്കായ സാമൂഹ്യ ഘടനയിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെയല്ല ഇസ്ലാം. നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെയല്ല ഇസ്ലാം. മറിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് അത് ഈ സമൂഹത്തോട് ധാരാളം ഇടപെടലുകളിലൂടെയും സംസാരങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരുന്നു എന്നതാണ് അതിന്റെ ഒന്നാമത്തെ തലം. രണ്ടാമത്തേത്, ഈ രാജ്യത്ത് ഈ നാട്ടിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരുപാട് പ്രാരാബ്ധങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ പേറി ഭരണകൂടത്തിന്റെ ഭീകരതകൾക്ക് ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നീതി നിഷേധങ്ങൾക്ക് നിരന്തരമായി വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ആ ജനവിഭാഗത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാനും മുഷ്ടി ചുരുട്ടാൻ ശേഷിയില്ലാത്തവരുടെ മുമ്പിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കാനും സമരത്തിന്റെ ഉജ്ജ്വലമായ പ്രതീകങ്ങൾ തീർത്തുകൊണ്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരുടെ വേദന ഇല്ലാതാക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ വിജയഗാഥയുമായിട്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ കഴിഞ്ഞ 20 വർഷക്കാലത്തെ ചൈത്രയാത്ര ഈ നാട്ടിൽ നടത്തിയത് എന്നതും അതിന്റെ ചരിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെ വളരെ സന്തുലിതമായി ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ യുവജന പ്രസ്ഥാനം അതിന്റെ കഴിഞ്ഞകാല ചൈത്രയാത്രയിലൂടെ പല വിധത്തിലുള്ള പലരും കൗതുകത്തോടെ സോളിഡാരിറ്റിയെ നോക്കിയിട്ടുണ്ട്, വിമർശനാത്മകമായി സോളിഡാരിറ്റിയെ വിലയിരുത്തിയവരുണ്ട്. അതേപോലെ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പല വിധത്തിൽ അതിനെ മനസ്സിലാക്കുകയും അതിനെ സമീപിക്കുകയും അതിനെ ദൂരെ നിന്ന് നോക്കിക്കാണുകയും ഒക്കെ ചെയ്ത ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നും സോളിഡാരിറ്റിക്ക് അറിയാം. തീർച്ചയായും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ 20 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ
ഇനിയും സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട് എന്ന് തന്നെയാണ് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലത്തിന്റെ ജൈത്രയാത്രയിൽ അഭിരമിച്ചുകൊണ്ടുള്ള കേവലം ചില അഭിരമിക്കുന്ന പ്രവർത്തനങ്ങളല്ല സോളിഡാരിറ്റിയുടേത്. മറിച്ച് സംഭവ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന നാളുകളുടെ അവസ്ഥകളെ കുറിച്ചുള്ള വിശകലനങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിലും വരാനിരിക്കുന്ന കാലഘട്ടത്തിലും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്ന പ്രകടനം ഉണ്ടായിരുന്നു. ആ പ്രകടനത്തിൽ സോളിഡാരിറ്റി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ മുദ്രാവാക്യങ്ങൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു യുവജന പ്രസ്ഥാനം ഉയർത്തേണ്ട ആശയം എന്താണ് എന്ന് വളരെ കൃത്യമായി പറയുന്ന മുദ്രാവാക്യങ്ങളാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ സമ്മേളനത്തിന്റെ മുമ്പ് നടത്തിയ പ്രകടനത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഉയർത്തി വെച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. നമുക്കറിയാം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇതുപോലെയുള്ള ഒരു പ്രബുദ്ധമായ സദസ്സിന്റെ മുമ്പിൽ എണ്ണി അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റാണ്. ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും രൂപം പൂണ്ടുകൊണ്ട് ജനാധിപത്യത്തിന്റെ കപടമണിഞ്ഞുകൊണ്ട് കാപട്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള രാക്ഷസീയ മുഖങ്ങളും പുറത്തെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ അപകടത്തിന്റെ ഭീകരമായ ഗർത്തത്തിലേക്ക് ഓരോ നാളുകൾ കഴിയുമ്പോഴും വലിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്ത് ഭരണം നടത്തുമ്പോ തീർച്ചയായും സോളിഡാരിറ്റിയെ പോലെയുള്ള പ്രസ്ഥാനത്തിന് നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ചെയ്യേണ്ടതുണ്ട്. എത്ര ചെയ്താലും തീരാത്തത്ര പണികൾ ആ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ബാക്കി കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സംഘപരിവാർ വലിയ പ്രതീക്ഷയിലാണ്. എന്താണ് അവരുടെ പ്രതീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കഴിഞ്ഞ 2014 മുതൽ ഇന്ന് പാർലമെന്റിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതുവരെയുള്ള ഈ രാജ്യത്ത് അവർ നടത്തിയ ഭരണ പരിഷ്കാരങ്ങളുടെ മേന്മ കൊണ്ടല്ല. അങ്ങനെ ഒരു മേന്മയും അവർക്ക് ഈ നാടിന്റെ മുമ്പിൽ പറയാനില്ല. മേന്മ പറയാനില്ല എന്ന് മാത്രമല്ല, അവർ ഈ രാജ്യത്ത് ഭരണപരമായി നടപ്പിലാക്കിയ ഓരോ സംഗതികളും നമ്മൾ ഇടകീറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ബുദ്ധിമുട്ടിക്കുന്ന, അവന്റെ സ്വാതന്ത്ര്യത്തെ നിരന്തരമായി ഹനിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ജനാധിപത്യ ബോധത്തെ ഓരോ നാളുകൾ കഴിയും തോറും ഇല്ലാതാക്കുന്ന ഈ രാജ്യത്തിന്റെ മനോഹരമായ ആശയങ്ങളെ പരിപൂർണമായും ഇല്ലാതാക്കി കളയുന്ന ഭരണപരിഷ്കാരങ്ങൾ ആവർത്തിച്ച് നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടത്തിന് രാജ്യത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു ഭരണ നേട്ടമുണ്ട് എന്ന് നമുക്കാർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല. പിന്നെയും എന്താണ് അവരുടെ പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ ആ പ്രതീക്ഷയുടെ പേരുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയാണ് അവരുടെ പ്രതീക്ഷ. ഹൈദരാബാദിൽ 6-7 മാസങ്ങൾക്ക് മുമ്പ് ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി കൂടിയിരുന്നു. ആ നിർവാഹക സമിതിയിൽ അമിത്ഷാ എന്ന് പറയുന്ന ബിജെപിയുടെ ചാണക്യനായി അറിയപ്പെടുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞത് 2040 വരെ ഈ രാജ്യം ഞങ്ങൾ ഭരിക്കുമെന്നാണ്. 2040 വരെ ഈ രാജ്യത്തിന്റെ ഭരണം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഇത്ര ആത്മവിശ്വാസത്തോടെ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്ക് ഈ രാജ്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണം നിലനിൽക്കുന്നത് ഇസ്ലാമോഫോബിയയുടെ തറപ്പുറത്താണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഭദ്രമാക്കി നിലനിർത്തി അതിന്റെ മുകളിൽ പടുത്തുയർത്തപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ ഇസ്ലാമോഫോബിയ മാത്രമാണ്. ഖദ് ബദത്തിൽ ബഗ്ലാഉ ബിനഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ സൂചിപ്പിക്കുന്നത് പോലെ
അവരുടെ നാവിൻ തുമ്പിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകളേക്കാൾ ഭീകരമാണ് അവരുടെ മനസ്സിനകത്ത് അവർ ഇസ്ലാമിനെ കുറിച്ച് വെച്ചു പുലർത്തുന്ന മനോഭാവങ്ങൾ എന്ന് പടച്ചതമ്പുരാൻ അവന്റെ വേദഗ്രന്ഥത്തിലൂടെ പരിചയപ്പെടുത്തുമ്പോ അതിനെ യാഥാർത്ഥ്യമാക്കുമാറ് ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് അപകടമാണ്, മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സമാണ്, അവർ ഇവിടെ ഇനിയും മുന്നോട്ട് പോയാൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്തിന് അനുഭവിക്കേണ്ടി വരും എന്ന സ്വഭാവത്തിലുള്ള നിരന്തരമായ പ്രചരണങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അഴിച്ചുവിട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തോടുള്ള ഇസ്ലാമിനോടുള്ള വെറുപ്പും വിദ്വേഷവും മാളിക്കത്തിച്ചുകൊണ്ട് ആ വെറുപ്പിനെയും വിദ്വേഷത്തെയും വിത്തിറക്കിക്കൊണ്ട് അതിനെ മനോഹരമായി വെള്ളവും വളവും നൽകി അതിനെ കൃത്യതയോടുകൂടി സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് അതിനെ വളർത്തി വലുതാക്കി അതിലൂടെ അധികാരത്തിന്റെ കസേരകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ, ഇന്ത്യ രാജ്യം മാത്രമല്ല കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ CPM എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ കേരളം എന്ന് പറയുന്ന ഈ നാട്ടിന്റെ ഭരണവും യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ അളവിൽ അവിടെയും ഈ പറയുന്ന ഇസ്ലാമോഫോബിയ വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സോളിഡാരിറ്റിയെ പോലെയുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്, മുസ്ലിം സമുദായത്തിന് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ, ഇന്ന് കോംപ്രമൈസ് പൊളിറ്റിക്സിന്റെ കാലഘട്ടമാണ്, എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് കോംപ്രമൈസുകളാണ്. എന്തെല്ലാം വിട്ടുവീഴ്ചകൾ എവിടെയെല്ലാം നടത്താൻ പറ്റുമോ, അതിലൂടെ ഏതെല്ലാം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ നോ കോംപ്രമൈസ് എന്ന് ആർജവത്തോടെ അഭിമാനബോധത്തോടെ ഈ നാടിന്റെ മുമ്പിൽ ചങ്കുറപ്പോടെ പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ വിഷയത്തിൽ സോളിഡാരിറ്റി കോംപ്രമൈസിന് തയ്യാറല്ല. കാരണം ഈ പ്രസ്ഥാനം പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് നട്ടുവളർത്തിയ പ്രവാചകന്മാർ ഈ ലോകത്ത് പ്രചരിപ്പിച്ച പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് ആവിഷ്കരിച്ച ഒരാശയത്തിന്റെ പിൻബലത്തിൽ 21-ാം നൂറ്റാണ്ടിന്റെ ഇസ്ലാമിക പ്രതിനിധാനം നിർവഹിക്കുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് സോളിഡാരിറ്റി. ആ പ്രവാചകന്മാരാരും ഇസ്ലാമിന്റെ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആ പ്രവാചകന്മാരുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അടുക്കൽ അബൂജഹലിന്റെ കൂട്ടാളികളും വന്ന് പ്രകോപനങ്ങളിലൂടെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത പ്രവാചകനെ പ്രലോഭനങ്ങളിലൂടെ പിന്തിരിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേവല അധികാരമാണെങ്കിൽ ഞങ്ങളുടെ നേതാവായി നിങ്ങളെ വാഴിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് സമ്പത്താണെങ്കിൽ ആ സമ്പത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാം, അതല്ല ഈ ദുനിയാവിൽ മറ്റ് ഭൗതികമായ മറ്റെന്ത് താല്പര്യങ്ങളാണോ നിങ്ങൾക്കുള്ളത് ആ താല്പര്യങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചു തരാം എന്ന് പറയുമ്പോ അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ചു തന്നാൽ പോലും ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ലെന്ന് അഭിമാനബോധത്തോടെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ ധീരമായി പ്രഖ്യാപിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരവന്മാരാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിഷയത്തിൽ അവർ കോംപ്രമൈസിന് തയ്യാറല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയാണ് സോളിഡാരിറ്റി. 1958 പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി ഗവൺമെന്റ് നിരോധിച്ചു കളഞ്ഞു. അയ്യൂബ് ഖാന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 1958 ജമാഅത്തെ ഇസ്ലാമിയെ പാകിസ്ഥാനിൽ നിരോധിച്ചു. ആ നിരോധിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം അയ്യൂബ് ഖാന്റെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്ക് മൗലാന സയ്യിദ് മൗദൂദിയെ അദ്ദേഹം ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു പണ്ഡിതനാണല്ലോ,
നിങ്ങളൊരു ആലിമാണ്. ആലിമായ നിങ്ങൾ എന്തിനാണ് ചെളി നിറഞ്ഞ ഒരുപാട് വൃത്തികേടുകൾ മാത്രം നിറഞ്ഞ രാഷ്ട്രീയ മേഖലയിലേക്ക് നിങ്ങൾ എന്തിനാണ് കടന്നു വരുന്നത്? അത് ഞങ്ങൾ ചെയ്തോളാം, അത് ഞങ്ങളുടെ മേഖലയാണല്ലോ, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോ സയ്യിദ് മൗദൂദി അയ്യൂബ് ഖാന്റെ മുഖത്ത് നോക്കി ഉരുള കുപ്പേരി എന്ന നില കന്നുകൊടുത്തൊരു മറുപടിയുണ്ട്. രാഷ്ട്രീയത്തെ എല്ലാ കാലഘട്ടത്തിലും ചെളിക്കുണ്ടായി നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ രാഷ്ട്രീയത്തിലെ ചെളിയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിലകൊണ്ടിരിക്കുന്നത്. വീണ്ടും അയ്യൂബ് ഖാൻ പറയുന്നുണ്ട്, നിങ്ങളൊരു ആലിമാണ്, പണ്ഡിതനാണ്, നിങ്ങൾ നല്ല പുസ്തകം എഴുതുന്ന ഒരു നല്ല എഴുത്തുകാരനാണ്. നിങ്ങളുടെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനുമൊക്കെ ആ പുസ്തകങ്ങൾ ഒരുപാട് ഇനിയും ഉപകാരപ്പെടണം. അതുകൊണ്ട് പാകിസ്ഥാനിൽ ഞങ്ങളൊരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പാകിസ്ഥാനിൽ ഞങ്ങളൊരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് നിങ്ങളെ അതിന്റെ അധ്യക്ഷനായി നിലനിർത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 2 കോടി രൂപ ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിന് പാസ്സാക്കിയിരിക്കുന്നു. ഇനി അതിന് വരുന്ന എല്ലാ ഗ്രാന്റുകളും നിങ്ങൾക്കുള്ളതാണ്. ഒരു ഇഡിയും നിങ്ങളെ പിടിക്കാൻ വേണ്ടി വരില്ല, ഒരു സെയിൽസ് ടാക്സും നിങ്ങളെ ചോദ്യം ചെയ്യാൻ വരില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായി ആ ഫണ്ട് വിനിയോഗിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോക്കുന്ന ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാവണം. മധു സാഹിബ് എന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ രാജ്യത്തെ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ അധാർമികമായ വേണ്ടാധീനങ്ങളുടെ മാർഗത്തിൽ നിരന്തരമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ ആ രാഷ്ട്രീയ ഭൂമികയിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം പറയുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളുടെ അടിത്തറയിൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂമികയെ മാറ്റിപ്പണിയുക എന്ന ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോ പ്രസിഡന്റ് എന്ന നിലക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അതിന് തയ്യാറാവണം. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ആ തയ്യാറായ ഈ രാജ്യത്ത് നിങ്ങൾ എന്നെ ഒരു പ്യൂണായി, ഒരു ചപ്രാസിയായി കൊണ്ടാണ് നിശ്ചയിക്കുന്നതെങ്കിൽ ആ പണി ഞാൻ അഭിമാനത്തോടെ ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ഈ അനീതിയുടെയും അധർമ്മത്തിന്റെയും ഇതേ വഴിയിൽ നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനാണ് തയ്യാറെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഉപപ്രസിഡന്റായി അഥവാ നിങ്ങളുടെ തൊട്ടുകീഴെയുള്ള ഉപരാഷ്ട്രപതിയായിക്കൊണ്ട് എന്നെ നിങ്ങൾ നിയോഗിക്കാമെന്ന് പറഞ്ഞാലും ഞാനതിന് തയ്യാറല്ല. എന്നെ നിങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞാനതിന് തയ്യാറാവില്ല. അഥവാ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഞാൻ കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ച സയ്യിദ് മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ രൂപീകരണം നൽകിയിട്ടുള്ളതെങ്കിൽ ആ മൗദൂദി സാഹിബിനെ കുറിച്ച് ഇന്ന് സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെ നിങ്ങൾ സത്യസന്ധമായും വസ്തുതാപരമായും പഠിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് നന്മ പ്രസരിക്കുന്ന ഒരു മനോഹരമായ നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് ആ നാളെയെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള കൃത്യതയുള്ള അജണ്ടകളും പ്രവർത്തനങ്ങളുമായി ഒരു സമൂഹത്തെ വളരെ കൃത്യതയോടുകൂടി നയിച്ച ഒരു നേതാവാണ് സയ്യിദ് മൗദൂദി എന്ന് കാണാൻ സാധിക്കും. ആ മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെങ്കിൽ അദ്ദേഹത്തിന് പാകിസ്ഥാൻ കോടതി വധശിക്ഷ വിധിക്കുമ്പോ ആ വധശിക്ഷയുടെ സമൻസുമായി വന്ന ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി മൗത്ത് ഔർ സിന്ദഗി കി തഖാസ സമീൻ പർ നഹി ആസ്മാൻ പർ ഹോതാ ഹൈ എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന് ഇസ്ലാമിന്റെ വിഷയത്തിൽ കോംപ്രമൈസ് സാധ്യമല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ പലരും ഇന്ന് കോംപ്രമൈസ് ആയിക്കൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് നിരന്തരമായി തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വല്ലാത്ത അപകർഷതാബോധത്തിന്റെയും മാപ്പ് സാക്ഷിത്വത്തിന്റെയും ക്ഷമാപണത്തിന്റെയും സ്വരത്തിൽ മാത്രം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയെ സൃഷ്ടിച്ചെടുത്ത ഈ കാലഘട്ടത്തിൽ ഒരു കാലത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പ്രഖ്യാപിച്ചതുപോലെ നഹ്നു ഖൗമുൻ അഅസ്സലല്ലാഹു ബിൽ ഇസ്ലാം ومن ابتغينا العزة بغير دين الله أضلنا الله എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നേടിയ ഒരു ജനതയാണ്. ഞങ്ങളുടെ ഇസ്സത്തിന്റെ കാരണം കമ്മ്യൂണിസം അല്ല, ഞങ്ങളുടെ ഇസ്സത്തിന്റെ കാരണം ക്യാപിറ്റലിസം അല്ല, ഞങ്ങളുടെ ഇസ്സത്തിന്റെ കാരണം ലിബറലിസം അല്ല, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്നത് എത്തീസം അല്ല, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്നത് ഡാർവിനിസമോ ഹെഗനിസമോ ഫ്രോയിഡിസമോ മെറ്റീരിയലിസമോ ഒന്നുമല്ല.
ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്നത് ഇസ്ലാമാണ്. അതുകൊണ്ട് ആ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല. ആ ഇസ്ലാമിനെ നിങ്ങൾ മാറ്റിവെച്ച് മറ്റു പലതിലൂടെയുമാണ് നിങ്ങൾ ഇസ്സത്ത് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ പടച്ചതമ്പുരാൻ അങ്ങേറ്റത്തെ പതിതമായ ഒരു ജനതയാക്കി മാറ്റിക്കളയുമെന്ന് കൂടി അതിന്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആവേശോജ്വലമായ പാതയുടെ പിൻബലത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമിക പ്രതിനിധാനം നിർവഹിക്കുന്ന ഒരു സംഘം ഇസ്സത്തോടെ ആത്മാഭിമാനത്തോടെ സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ മുദ്രാവാക്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇസ്ലാമിനെ ആത്മാഭിമാനത്തോടെ നെഞ്ചേറ്റിക്കൊണ്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു അത്. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇസ്ലാമിനെ ഉന്നമിച്ചുകൊണ്ട് ഇവിടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇസ്ലാമോഫോബിക്കായ സാമൂഹ്യ ഘടനയുടെ തീവ്രതയെ അതിന്റെ ഭീകരമായി സൃഷ്ടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലിറങ്ങിയ സിനിമ ഉൾപ്പെടെ 32,000 പെൺകുട്ടികള് ഇവിടുന്ന് മതം മാറി അങ്ങ് മതം മാറുക എന്ന് പറഞ്ഞാൽ ജിഹാദിലൂടെ മതം മാറ്റിക്കൊണ്ട് അങ്ങ് സിറിയയില് പോരാട്ടത്തിന് വേണ്ടി പറഞ്ഞയച്ചു എന്ന് പറയുന്ന പച്ചക്കള്ളം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, ഇത് സത്യാനന്തര കാലഘട്ടമാണ്. സത്യാനന്തര കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പണ്ട് ഗീബൽസിയം നുണ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗീബൽസിയം നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുണ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് നുണകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. സത്യാനന്തര കാലഘട്ടത്തിൽ നിങ്ങൾ നുണകൾ ആവർത്തിക്കേണ്ടതില്ല, പറയുന്നത് നുണയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ നുണയുടെ പിന്നാലെ ആളുകൾ നിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ പച്ചക്കള്ളങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കള്ളങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ സാമൂഹ്യ ഘടനയെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റേതുമായ ഒരു സാമൂഹ്യ ഘടന സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിനെ 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതത്തിന്റെ അപകടകരമായ ആശയമാണെന്ന് പ്രചരിപ്പിച്ച് 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാധുനികതയോട് സംവദിക്കാൻ ആ ഇസ്ലാമിന് ഒട്ടുമേ ശേഷിയില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇസ്ലാമിന് അപകർഷതാബോധത്തോടെ നോക്കിക്കാണുന്ന പ്രസ്ഥാനമല്ല. ഇസ്ലാമിനെ മാപ്പുസാക്ഷിത്വത്തിന്റെ സ്വരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തോടെയാണ് ഇസ്ലാമിനെ നെഞ്ചേറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ വസ്തുതാപരമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് ഈ നാട്ടിൽ ചെയ്യേണ്ടത് എന്താണ് എന്ന് നിങ്ങൾക്ക് നന്മയിൽ അധിഷ്ഠിതമായി ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ സോളിഡാരിറ്റി പ്രഖ്യാപിക്കുക. അതിനോട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇതുപോലെയുള്ള സംഘം വളരേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുന്നതെങ്കിൽ അതിന്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ സഹകരിക്കുക. കാരണം സത്യത്തിന്റെ പക്ഷം വലുതാണ് എന്ന് തെളിയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അസത്യത്തിന്റെ ചേരിയെ മറികടക്കാൻ സത്യത്തിന്റെ ചേരിക്ക് ശേഷിയുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൽ തെളിയിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിന്റെ പക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള ഈ കൂട്ടായ്മയുടെ നിങ്ങൾക്ക് ഈ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആ സ്വഭാവത്തിൽ നിങ്ങൾ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ, ഈ സോളിഡാരിറ്റിയെ ഇനിയും ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ അഗൈധവമായ പിന്തുണയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ നാമത്തിൽ ഈ സംഗമത്തിന്റെ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.